ജയിൽ ചാട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ജയിൽ ചാടാൻ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ഉത്തരമേഖല ജയിൽ ഡിഐജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ജീവനക്കാരോ തടവുകാരോ ഗോവിന്ദച്ചാമിയെ സഹായിച്ചതിന് തെളിവില്ലെന്നും ജയിലിനകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് വീഴ്ചയുണ്ടായതായാണ് ചൂണ്ടിക്കാട്ടുന്നത്. അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൈമാറി. ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് സാധാരണ ഒരു കൈയുടെ കരുത്തുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഗോവിന്ദച്ചാമി എല്ലാവരുമായി പ്രശ്നമുണ്ടാക്കുന്നയാളാണ്. അതിനാൽ സഹതടവുകാരുടെ സഹായം ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ജയിൽ ചാടാൻ ഉപയോഗിച്ച 2 പ്ലാസ്റ്റിക് വീപ്പകളിൽ ഒരെണ്ണം വെള്ളം ശേഖരിക്കാനായി മതിലിന് സമീപം ഉണ്ടായിരുന്നു, മറ്റൊന്ന് സമീപത്തു നിന്നും സംഘടിപ്പിച്ചു. തടവുകാർ ഉണക്കാനിട്ട തുണിയും ശേഖരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പിടികൂടിയപ്പോൾ ഗോവിന്ദച്ചാമിയുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത അരം ഉപയോഗിച്ച് മാത്രം അഴി മുറിക്കാനാകില്ലെന്നും കണ്ടെത്തിയതായി റിപ്പോർട്ടിലുണ്ട്. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു. CCTV ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അന്നേ ദിവസം മറ്റൊരു രോഗിക്കൊപ്പം ആശുപത്രിയിലേക്ക് വിട്ടു. ജീവനക്കാരുടെ ക്ഷാമമുണ്ട്, അതിനാൽ ലഭ്യമായ ഉദ്യോഗസ്ഥനെ വിടുകയായിരുന്നുവെന്നും ജയിൽ വീഴ്ച സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്നലെ രാത്രിയാണ് ജയിൽ മേധാവിക്ക് DIG A വിജയകുമാർ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യതയുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിലെ അവിശ്വസനീയത ഇപ്പോഴും തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നെങ്കിലും ജയിൽ ചാട്ടത്തിലെ ദുരൂഹത മാറിയിട്ടില്ല. ഒരു കൈ മാത്രം ഉപയോഗിച്ച് ഗോവിന്ദച്ചാമി നടത്തിയത് മാനുഷിക ജയിൽ ചാട്ടമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജയിൽ ചാടിയ ശേഷം മാത്രമാണ് ഗോവിന്ദച്ചാമി നടത്തിയ 10 മാസത്തെ തയ്യാറെടുപ്പ് പുറത്തറിഞ്ഞതെന്ന ജയിൽ അധികൃതരുടെ വാദമാണ് ഏറ്റവും ദുരൂഹമാകുന്നത്. അതേസമയം ഗോവിന്ദച്ചാമി ജയിൽ ചാടി കടന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ തടവുകാരുടെ കണക്കെടുത്തപ്പോൾ ഗോവിന്ദച്ചാമി സെല്ലിനകത്ത് തന്നെയെന്ന നിഗമനത്തിലായിരുന്നു ഉദ്യോഗസ്ഥർ. പതിവ് പോലെ രാവിലെ 6ഓടെയായിരുന്നു ലോക്കപ്പ് തുറക്കുന്നതിന് മുന്നോടിയായുള്ള കണക്കെടുപ്പ്. ഈ കണക്കിൽ ഗോവിന്ദച്ചാമിയും ഉൾപ്പെടുത്തി. ഇതിനുശേഷമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവരം അധികൃതർ അറിയുന്നത്. തടവുകാരെ പുറത്തിറക്കുമ്പോഴും അകത്ത് കയറ്റുമ്പോഴുമുള്ള കണക്കെടുപ്പ് പ്രഹസനമാണെന്ന് തെളിയിക്കുന്നതാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. രാവിലെ 6:30ഓടെ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ മതിലിന് പുറത്തുള്ള ജയിൽ പരിശീലന കേന്ദ്രത്തിലെ ട്രെയിനികളാണ് മതിലിൽ തുണി ചേർത്ത് കെട്ടി വടമുണ്ടാക്കിയിരിക്കുന്നത് സെൻട്രൽ ജയിലിന്റെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ തടവുകാർക്ക് പുറത്തുനിന്ന് അനധികൃതമായി മദ്യവും ഭക്ഷ്യവസ്തുക്കളും എത്തിക്കാനാണ് ഇതെന്നാണ് ഉദ്യോഗസ്ഥർ ആദ്യം കരുതിയത്. പിന്നീട് സംശയം തോന്നി സെല്ലുകളിൽ നടത്തിയ പരിശോധനയിലാണ് തടവുകാരൻ ചാടിയെന്നും അത് ഗോവിന്ദച്ചാമിയാണെന്നും സ്ഥിരീകരിച്ചത്.